ഞാൻ 2-3 എക്സാമ്പിൾസിലേക്ക് പോവാം. നമ്മൾ ജീവിക്കുന്ന ഈ സൊസൈറ്റി ഭയങ്കര ജൈനോസെൻട്രിക് ആണ്. അതായത് സ്ത്രീപക്ഷമായിട്ടുള്ള ഒരു നിലപാടുകളാണ് കൂടുതൽ ഉണ്ടാവുക. ഇതിന് ഒരു ഇംഗ്ലീഷിനകത്ത് ഇങ്ങനെ ഒരു വേർഡ് വരെ ഉണ്ട്, എമ്പതി ഗ്യാപ്പ്. ഇപ്പൊ ഞാനും ഇവിടുത്തെ ഒരു പെൺകുട്ടിയും ഒരേപോലെ ഡിസഡ്വാൻറ്റേജഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണെന്ന് വിചാരിക്കും. സൊസൈറ്റി ഒബ്വിയസ്ലി ആ പെൺകുട്ടിയെ പ്രിഫർ ചെയ്യും എന്റെ മുകളിൽ. ഇനി ഒരു റേപ്പ് അലിഗേഷൻ, ഈവൻ മീറ്റു എന്ന് പറയുന്ന ക്യാമ്പയിൻ നമുക്കൊക്കെ അറിയാം. ഈ മീറ്റു എന്ന് പറയുന്ന ക്യാമ്പയിൻ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എനിക്കെതിരെ ഒരാൾ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്നസെന്റ് ആണോ, അല്ലെങ്കിൽ ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാരും വന്നിട്ട് ഹാഷ്ടാഗ് സ്റ്റാൻഡ് വിത്ത് ഹെർ, ഹാഷ്ടാഗ് ബിലീവ് ഹെർ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ചെയ്യും. ഇതിനകത്ത് എവിടെ ജസ്റ്റിസ്? അതായത് ഇവൻ പണ്ട് കാലത്ത് ഒരു വളരെ പണ്ടത്തെ സൊസൈറ്റിയിൽ ഗോത്ര തലവൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് പോലും നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ റെപ്രസെന്റ് ചെയ്യാൻ ഒരു അവസരം കിട്ടുമായിരുന്നു. പക്ഷെ ഇവിടെ ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രം ആ അവസരം നിഷേധിക്കപ്പെടാറുണ്ട്. ആക്ച്വലി ഞാൻ സ്ത്രീ അങ്ങനെ കോമൺ ആയിട്ട് പറയുന്നില്ല കേട്ടോ. റേപ്പ് മാത്രമല്ല, ആണുങ്ങൾ നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ റെസ്പോൺസിബിലിറ്റീസ് ആണ്. കാരണം ഒരാൺകുട്ടി ജനിച്ചു വീഴുന്ന ആ സെക്കൻഡ് തൊട്ട് അവന്റെ മുകളിൽ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു വലിയ ബാഗേജ് എടുത്ത് വെച്ചിട്ടുണ്ട് സൊസൈറ്റി. ആ സാധനം അതാണ് പലപ്പോഴും. ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസം ഈ സൂയിസൈഡ്സിനെ കുറിച്ചൊക്കെ കുറെ ടോക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള കുറെ ആൾക്കാർ തന്നെ പറഞ്ഞൊരു പോയിന്റ് ആണ്, ആൺകുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നതിന്റെ ഒരു റീസൺ ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ആണ്. അതിന്റെ കൂടെ ചേർത്ത് വെക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമാണ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസും. പിന്നെ നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ നിസ്സംഗതയുണ്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പം മിസ്സിംഗ് വുമൺ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ പിന്നോട്ട് പോകുന്നു എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് ഇല്ലാന്ന് തോന്നുമ്പോൾ ഗവൺമെന്റ് ഇതിനെയൊക്കെ വ്യക്തമായിട്ട് അഡ്രസ് ചെയ്തിട്ട് പോളിസീസ് ഫ്രെയിം ചെയ്യും. പക്ഷേ നമ്മൾ ഈ പവർ കോറിഡോഴ്സിൽ കാണുന്ന ഗവൺമെന്റ് സ്കീമുകളിൽ ഒന്നും തന്നെ പുരുഷന്റെ ഇങ്ങനത്തെ പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാറില്ല. പിന്നെ എനിക്ക് വേറെ 1-2 കാര്യങ്ങളിൽ റെബുട്ടൽസ് ഉണ്ട്, പക്ഷെ ഞാൻ അത് ഒഴിവാക്കുന്നു. പക്ഷെ ഒരു കാര്യം എന്തായാലും പറയാണ്ട് വയ്യ. നമ്മള് ആൺകുട്ടികള് കരഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ല എന്നുള്ളത് ഈ സോഷ്യൽ കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്. ഇപ്പൊ ഒരു പെൺകുട്ടി കരയുമ്പോൾ അവിടെ ആൾക്കാർ നിൽക്കുകയും അവൾ എന്തുകൊണ്ട് കരയുന്നു എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കരയുമ്പോൾ ആൾക്കാർ എന്തുകൊണ്ട് തേങ്ങയാ നീ കരയുന്നേ, കണ്ണൊക്കെ തുറച്ചിട്ട് പോടാ അയ്യേ കരയോന്നൊക്കെ ചോദിക്കും. തീർച്ചയായും ബ്രോ. ഇതിങ്ങനെ വർഷങ്ങളായിട്ട് നടന്നു പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ എവല്യൂഷണറി പ്രോസസ്സിൽ തന്നെ ഇങ്ങനെ ഒരു നോളജ്, അതായത് ഇങ്ങനെ ഒരു നോഷൻ വരും. അതായത് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, യു നീഡ് ടു സ്റ്റാൻഡ് ഓൺ യുവർ ഗ്രൗണ്ട്, യു നീഡ് ടു ബി ഫേം. ഇങ്ങനത്തെ ഈ ഐഡിയ, അതായത് എന്റെ അച്ഛന് കിട്ടിയ ഈ ഐഡിയ ആണ് അച്ഛൻ എനിക്ക് പകർന്നു തരുന്നത്. അങ്ങനെ ഈ എവല്യൂഷണറി പ്രോസസ്സിൽ വന്നിട്ടാണ് നമ്മളൊക്കെ ടഫും സ്ട്രോങ്ങും ഒക്കെ ആയി മാറാൻ വേണ്ടി ആക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിനകത്തൊന്നും എനിക്ക് വലിയധികം പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ വളരെയധികം യോജിക്കുന്നു, അതായത് ഞാൻ എത്രത്തോളം മാൻലി ആണ്, അല്ലെ എന്റെ മാൻലിനെസ് ടോക്സിക് മസ്കുലിനിറ്റി ആണോ എന്നൊക്കെ ഡിസൈഡ് ചെയ്യേണ്ടത് സൊസൈറ്റി ഒന്നും അല്ല, അതൊക്കെ ഞാൻ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും എന്റെ ബോഡിയുടെ മുകളിൽ പൂർണ്ണ കൺട്രോൾ എനിക്ക് തന്നെയാണെന്ന് ചിന്തിക്കുന്നതിനെ ടോക്സിക് മസ്കുലിനിറ്റി ഒക്കെ ആയിട്ട് പലരും ചിത്രീകരിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഷാൻ പറഞ്ഞതിന് ആർക്കെങ്കിലും എബിൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ബോസ് എന്തോ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബോസ് ഇല്ല, no, I was just listening. It's fine. Yeah. ഓക്കെ. പൂമൻ ചേട്ടാ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലോ ബദ്മാഷ്. വിഷയം എന്താന്ന് വെച്ചാൽ പുരുഷ പീഡനം, പുരുഷന്മാർക്ക് പറയാനുള്ളത്. അതിൽ ഉദ്ദേശിച്ച മൈൻഡ് കാരണം ഒരുപാട് പുരുഷന്മാർ സ്ത്രീകളാൽ ഈ പറയുന്ന മാനസിക സമ്മർദ്ദത്തിൽ ഏർപ്പെടുന്നു. അപ്പൊ എനിക്ക് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നിങ്ങൾ എന്തുകൊണ്ട് പുരുഷന് വേണ്ടി മാത്രമല്ല സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സംസാരിക്കുന്നത്? പുരുഷന് വേണ്ടി എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല? പുരുഷൻ എത്ര സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളത്? ആ ഒരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചത്. അപ്പൊ പൂമൻ ചേട്ടൻ പറയാം. എനിക്കൊരു പുരുഷനെ പറ്റി പറയാനുണ്ട്, എനിക്ക് സമയം തരണേ. എനക്കും കുറച്ച് സംസാരിക്കണം, എനക്കും സമയം തരണേ. എല്ലാവർക്കും സമയം തരും. പൂമൻ ചേട്ടൻ പറയാം. ബദ്മാഷ്, ശ്യാം പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പറയാനുള്ളത്, ശരിക്കും ആ ഒരു അവസ്ഥ ഇവിടെ സംജാതമാകുന്നത് ശരിക്കും ഇവിടെ ഒരു പാട്രിയാർക്കി സൊസൈറ്റി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്.
അതായത് ഒരു വിഭാഗം അടിച്ചമർത്തുമ്പോഴാണ് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേകതരം പ്രിവിലേജുകൾ കൊടുക്കുന്നത്, അതായത് നിയമത്തിന്റെ കണ്ണിലൊക്കെ. അത് ഇവിടെ ഈ ഒരു സൊസൈറ്റി, ഈ പാട്രിയാർക്കി സൊസൈറ്റി എന്ന് പറഞ്ഞ കൺസ്ട്രക്ട് ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നവും വരാനില്ല. അതുകൊണ്ട് തന്നെ പാട്രിയാർക്കി തന്നെയാണ് അവിടെ ഏറ്റവും വലിയ കേഴ്സ്. അത് തന്നെയാണ് പുരുഷന്റെ ഏറ്റവും വലിയ ശാപം, സമൂഹത്തിന്റെ ഏറ്റവും വലിയ ശാപം. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അബിൻ, ജസ്റ്റ് ഈ ആർഗ്യുമെന്റിന് ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്യട്ടെ. ജസ്റ്റ് എന്റെ നെയിം ഒന്ന് കോൾ ഔട്ട് ചെയ്തുകൊണ്ടാണ്. ഈ സൊസൈറ്റിയിൽ ശരിക്കും പറഞ്ഞാൽ അബിൻ, അത് പ്രശ്നമില്ല. ജസ്റ്റ് ഒരു കാരണം ഇത് തന്നെയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒരു ഡിഫറെന്റ് പെർസ്പെക്ടീവ് ഓഫർ ചെയ്യാം. സൊസൈറ്റി ഞാനൊരു പെർസ്പെക്ടീവ് ഓഫർ ചെയ്യാം. അതായത് നമ്മുടെ സൊസൈറ്റിയില് ശരിക്കും പറഞ്ഞ ഒരു ഫാമിലി എടുക്ക്. അവിടെ പാട്രിയാർക്കി ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആന്ത്രപ്പോളജി ഒക്കെ അത് വെച്ചിട്ട് ഫാമിലി ക്ലാസിഫൈ ചെയ്യുമ്പോൾ ഈ പാട്രിയാർക്കൽ ഫാമിലിയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വന്നിട്ട് ഇപ്പം ന്യൂക്ലിയർ ഫാമിലിയിലാണ് എല്ലാവരും തന്നെ ജീവിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി ഇതിനകത്ത് ഡിസഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ടാവാം. ബൈ ദ വേ, ഈ ഫാമിലി എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ബാർഗൈനിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ, അവൻ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് ലിവിങ് ടുഗദറിന് പോയ സമയത്ത് ഹി വെന്റ് ടു ഹെർ ആൻഡ് സെഡ്, ഓക്കെ, എനിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല, സോ ഞാൻ ഡിഷസ് ചെയ്യാം. അപ്പൊ അവള് പറയുന്നു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യാം. സോ അവിടെ പോലും ഒരു തരം എന്താ പറയാ, ഒരു ബാർഗൈനിങ് നടന്നിട്ട് ഒരു ഇക്വിലിബ്രിയത്തിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഈ പവർ സ്ട്രക്ചറിനെ ഒരുപക്ഷെ നിങ്ങൾ പാട്രിയാർക്കി എന്ന് വിളിക്കുന്നുണ്ട്, അത് തെറ്റാണ്. കാരണം ചില വീടുകളിൽ സ്ത്രീകളായിരിക്കും ഇതിന്റെ ഹൈറാർക്കിയുടെ ടോപ്പിൽ നിൽക്കുക, ചില വീടുകളിൽ പുരുഷന്മാരായിരിക്കും ടോപ്പിൽ നിൽക്കുക. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എ ലോട്ട് ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ റിലേഷൻഷിപ്പില് എന്റെ കൂട്ടുകാരുടെ കഥയിൽ അവനാണ് അവിടെ മുകളിൽ നിൽക്കുന്ന ആളെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നാളെ ചിലപ്പോൾ അവന്റെ ജോലി പോയി കഴിഞ്ഞാൽ, അല്ലെ കുറച്ചു കാലത്തെ അവന്റെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു, ഓക്കെ, ഒരു 6-7 മാസം അവന് ജോലി ഇല്ലാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ പിന്നെയും റീനെഗോഷിയേഷൻ നടക്കും. ചിലപ്പോൾ അപ്പൊ അവിടെ അവന്റെ ഗേൾ ഫ്രണ്ട് മുകളിൽ പോകും, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ വർക്കിലോ ഇതൊന്നും വേണ്ട, അല്ലെ വർക്ക് ഷിഫ്റ്റ് മാറിയാൽ മതി, അപ്പൊ പിന്നെ റീനെഗോഷിയേഷൻ നടക്കും. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാട്രിയാർക്കി എന്ന് പറഞ്ഞ് ഒരു തൊഴുത്തിൽ കൊണ്ട് കെട്ടുന്ന ഒരു ഇതാണ് പ്രശ്നം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയാനായിട്ട് പോയാൽ അപ്പൊ പറയും പാട്രിയാർക്കി. ഒരുപാട് കുടുംബങ്ങളുടെ കാര്യം പറയട്ടെ. ഞാനൊരു പോയിന്റ് പറഞ്ഞോട്ടെ. അതിര പറഞ്ഞോളൂ. ഓക്കെ, ഈ പറയുന്ന പോലെ എന്താ പറയാ, പല ഫാമിലിയില് ആണുങ്ങളായിരിക്കും ചിലപ്പോൾ ഡോമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പെണ്ണുങ്ങളായിരിക്കും ഡോമിനേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം പറയുന്ന കേട്ടു. ഞാൻ ഇന്നലെ ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ പറയാൻ വേണ്ടി ശ്രമിച്ച പോയിന്റ് ആണ്, പക്ഷെ എനിക്കപ്പം നെറ്റ്വർക്ക് ഇഷ്യൂ ആയതുകൊണ്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഉണ്ടായിരിക്കാം, ഞാൻ ഒരിക്കലും എന്റെ നേരത്തെ ഏത് കേട്ടപ്പോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല, ഞാൻ ഒരിക്കലും ഒരു പക്ഷത്തെ ചേർന്ന് സംസാരിക്കുന്ന ഒരാളല്ല, അങ്ങനെ ശ്രമിച്ചിട്ടുമില്ല. എല്ലാവരുടെയും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാള്. പക്ഷെ നമ്മുടെ സൊസൈറ്റിയിൽ മനസ്സിലാക്കേണ്ട ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ഒരു സിസ്റ്റത്തില് കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്ത് എനിക്കടക്കം ഇപ്പൊ ഓരോരാൾ എക്സ്പീരിയൻസ് പറയുമ്പോൾ ചില ആൾക്കാർ ഇതിനോട് പറയുന്നത് അവർക്ക് കോമൺ സെൻസ് ഇല്ലാത്തത് കൊണ്ട് അവര് അങ്ങനെയുള്ള ആൾക്കാർ അവരെ വിട്ടേക്കും, എല്ലാരും അങ്ങനെയല്ല. പക്ഷെ ഞാൻ അങ്ങനെ ഒരു സിസ്റ്റത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയാണ്. എന്റെ അടുത്ത് എന്റെ അനിയനെയും വളർത്തുന്ന സമയത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ ഇൻസ്ട്രക്ഷന്റെയും ടെയിൽ എൻഡില് നീ ഒരു പെണ്ണാണ് ആതിര, നീ ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഫോളോ ചെയ്യണം, ഇറ്റ്സ് ബിക്കോസ് യു ആർ എ ഗേൾ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. എന്റെ വോയിസ് റേസ് ചെയ്യുമ്പോൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടുമ്പോൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് പൊട്ടിച്ചിരിച്ചപ്പോ പോലും സ്കൂളിൽ നിന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ആണിനെ പോലെ പൊട്ടിച്ചിരിക്കേണ്ടവളാണോ നീ. ഈ സെക്സിസം എന്ന് പറയുന്ന സാധനം പോലും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പോലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറയാ, ഇവിടെ പാട്രിയാർക്കി ഇല്ല, അല്ലെങ്കിൽ ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന സമയത്ത് പലരും വിചാരിക്കുന്നു കയ്യിലും കാലിലും ചങ്ങല ഇട്ടിട്ട് പുരുഷൻ സ്ത്രീനെ പിടിച്ച് കൊണ്ടുപോകുന്നു എന്നല്ല പറയുന്നത്. ഇവിടെ ഇതിനു വേണ്ടി ശ്രമിക്കുന്ന സ്ത്രീകളും അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇതാക്കുന്ന പുരുഷന്മാരും ഉണ്ട്. ഒരു ഇത് പറയാന്ന് വെച്ചാൽ, ഒരു കുട്ടി ഇന്നലെ പറയുണ്ടായി, ഞാൻ പുറത്തു പോകുന്നുണ്ടെങ്കിൽ എന്റെ അമ്മേന്റെ അടുത്ത് ചോദിച്ച സമയത്ത് എന്റെ അമ്മ പറഞ്ഞു, നീ പോയി നിന്റെ അച്ഛന്റെ അടുത്ത് പോയി ചോദിക്കുക, എന്റെ അടുത്തല്ലല്ലോ ചോദിക്കേണ്ടത്. അപ്പം അത് അച്ഛന് എന്താ പറയാ, അച്ഛനെക്കാട്ടും അവിടെ അമ്മക്ക് റോൾ ഉള്ളത് കൊണ്ടാണ് അമ്മേന്റെ ഒപ്പീനിയൻ ചോദിച്ചതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെന്റും കേട്ടു. അമ്മക്ക് അവിടെ റോൾ ഉണ്ടായിരുന്നെങ്കിൽ അമ്മ നേരെ പറയില്ല അച്ഛന്റെ അടുത്ത് പോയി ചോദിച്ചോ എന്നുള്ളത്. അപ്പോ ഇനിയിപ്പം ഈ ഒരു എന്താ പറയാ, അമ്മേന്റെ ഒപ്പീനിയൻ അവിടെ വില വെക്കുന്നതായിട്ടാണെങ്കിൽ തന്നെ ഈ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം, അമ്മ ഇപ്പം പൊക്കോ മോളെ എന്ന് പറഞ്ഞു വിചാരിച്ചു, നമ്മളൊരു ഫസ്റ്റ് കണ്ട അമ്മേനെ ആയിരിക്കാം റൂമിൽ നിന്ന് വരുമ്പോ അമ്മയുടെ അടുത്ത്, അമ്മ ഞാൻ ഫിലിമിന് പോവാണ്, എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോവാണ്, ഞാൻ പോവാണേന്ന് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴത്തേക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം നടന്നിട്ടുണ്ടോ, ആരോട് ചോദിച്ചിട്ടാ നീ പെണ്ണിനെ വിട്ടതെന്നാ ചോദിക്കുക.
ഈ ഒരു കണ്ടീഷനിങ്ങിന്റെ ഭാഗമായിട്ട് ജനിച്ച കാലം തൊട്ടേ മുറ്റത്ത് 2 ഇല എക്സ്ട്രാ കിടന്നാൽ, ഒരു ചുമരിന്റെ മേലെ ഒരു മാറാല എക്സ്ട്രാ കിടന്നു കഴിഞ്ഞാൽ അപ്പൊ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഒരു പെണ്ണുള്ള വീടായത്, ഈ വീടിന്റെ കോലം നോക്കിയാട്ടെ, നാളെ നീ ഒരുത്തന്റെ വീട്ടിൽ കേറേണ്ടവളാന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പറയാ. ഈ ഒരു കണ്ടീഷനിങ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട്. അതിന്റെ ബേസിസിൽ വളർന്നു വരുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ ഒന്നും പോലും പറയാതെ ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് പിന്നെ അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാം ഊതി വിരിപ്പിച്ചിട്ട് ഇങ്ങനെ ഇതാക്കേണ്ട ആവശ്യമില്ല. 2 കൈയും കൂട്ടിമുട്ടിയാലേ സൗണ്ട് ഉണ്ടാവും. നമ്മളൊക്കെ അത്രയും കഷ്ടപ്പെട്ട് അത്രയും അഡ്ജസ്റ്റ് ചെയ്തിട്ടാ നമ്മൾ ഈ നിലയിൽ ഇങ്ങനെ ജീവിക്കുന്നത്. എല്ലാം സഹിക്കണം എന്ന ഉപദേശം കേട്ട് കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇപ്പം പറയാം, എന്റെ വീട്ടുകാർ അങ്ങനെയായിരിക്കും, മൊത്തത്തിൽ അങ്ങനെയല്ല. എന്റെ സ്കൂളിലെത്തിയ സമയത്ത് 10-40 കുട്ടികൾ ഒന്നിച്ചിരുന്ന് പഠിക്കുന്ന ഒരു ക്ലാസ് ആയിരിക്കുമല്ലോ ആവറേജ്. അപ്പൊ ഞാൻ മാത്രമായിരിക്കണമല്ലോ എക്സെപ്ഷൻ. ബാക്കി 39 പേരും ഈ കണ്ടീഷനിൽ വളർന്നിട്ടില്ലെങ്കിൽ ഞാൻ അവരെ കൂട്ടത്തിൽ പെടാത്ത ഒരാളായിരിക്കണ്ടേ. എല്ലാവർക്കും ഇതിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള അനുഭവങ്ങളും ഇതിൽ നിന്ന് മൈൽഡ് ആയിട്ടുള്ള അനുഭവങ്ങളും അനുഭവിച്ച ആൾക്കാരാണ്. ഒരു ഡ്രസ്സിന്റെ കാര്യത്തിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തിന്റെ കാര്യത്തിലും, ഫുഡിൽ പോലും ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും തുടരുന്ന ഫാമിലി ഉണ്ട്, ഈവൻ പീരിയഡ്സിന്റെ കാര്യത്തിൽ പോലും. അപ്പം ഇത് പറയുന്നത് എപ്പോഴും പെണ്ണാണ് നാളെ ഒരുത്തന്റെ വീട്ടിൽ പോണ്ടവളാണ്, ഒരുത്തന്റെ ഭാര്യ ആവേണ്ടവളാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 3-4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട് ഇതിന് അകമ്പടിയായിട്ട് വരുന്ന സംഭവം. ഓക്കെ, അപ്പം അതിന് ഞാൻ ജസ്റ്റ് ഈ കുറെ ആർഗ്യുമെന്റ്സ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ആദ്യത്തെ 2-3 ആർഗ്യുമെന്റ്സ് ഒന്ന് എടുത്ത് പരിശോധിക്കാം. ആദ്യമേ പറഞ്ഞ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എടോ, സ്കൂളിനകത്ത് ഒരുപാട് ആൾക്കാർ ബദ്മാഷേ സംസാരിക്കാൻ ജസ്റ്റ് വെയിറ്റ് ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ, ജസ്റ്റ് ഒരു ഒറ്റ സെക്കൻഡ് മതി, ജസ്റ്റ് ഒരു സെക്കൻഡ് തരുമോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മേ ബി. ഓക്കെ സംസാരിച്ചു. ഓക്കെ, ആദ്യം അതെന്താണെന്നറിയോ, ജസ്റ്റ് ആദ്യമേ പറഞ്ഞ കാര്യമൊക്കെ കൾച്ചറലാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ലാസ്സിനകത്ത് പോകുമ്പം ടീച്ചർ നിശബ്ദരായിരിക്കാൻ വേണ്ടി പറയുന്നതും, അല്ലെ നീ പെണ്ണാണ് അതുകൊണ്ട് നീ സംസാരിക്കരുതെന്നൊക്കെ അതിനൊക്കെ നമുക്ക് യു ക്യാൻ ഫൈൻഡ് കൾച്ചറൽ റൂട്ട്സ്. ഇപ്പം ഇതിനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഇപ്പൊ ജെൻഡർ ഒക്കെ മാറ്റി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇന്ത്യയിൽ തൂങ്ങിച്ചാവുന്ന ഒരു തരം ഭീരുത്വമാണ്, ഐ മീൻ സൂയിസൈഡ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ജപ്പാനിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹിരാഗരി എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ ഒരു വലിയ ഹെവി ആയിട്ടുള്ള സാധനമായിട്ടാണ് കാണുന്നത്. സോ കൾച്ചറൽ ഡിഫറൻസസ് ആണ് ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ടുള്ള റീസൺ. അഗെയിൻ പാട്രിയാർക്കി എന്ന് പറഞ്ഞൊരു സാധനത്തെ വലിച്ചിടുമ്പോൾ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനെ ക്ലിയർ ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഈ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കഴിയാത്ത ഒരു സാധനത്തെ വെച്ചിട്ട് നമ്മൾ ഒരു ഇഷ്യൂലേക്ക് നോക്കുമ്പോൾ ഒരിക്കലും അതിനെ ക്ലിയർ ആയിട്ട് അഡ്രസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് എന്റെ പ്രൊപ്പോസിഷൻ. ഇപ്പൊ ഞങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും പോയി പറയാൻ വേണ്ടി ശ്രമിക്കും, ആൾക്കാരെല്ലാം വന്നിട്ട് പറയുന്നത് ഇത് പാട്രിയാർക്കി എന്നാണ്. അവരെന്താ ഉദ്ദേശിക്കുന്നത്? പാട്രിയാർക്കി ഒരു പുരുഷാധിപത്യ സമൂഹമാണെന്നുള്ള ഡെഫിനേഷനിൽ നിന്നിട്ട് നോക്കിക്കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് ഇതിലെ റിയൽ ഇഷ്യൂസിനെ അഡ്രസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. പിന്നെ ആതിര പറഞ്ഞ കാര്യങ്ങൾ, ആതിരയുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഞാൻ ആതിര അത് മനസ്സിലാക്കുന്നു. ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനം എവിടെയൊക്കെ വയലേറ്റ് ചെയ്യപ്പെട്ടാലും അതൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടേണ്ടതാണ്. താങ്ക് യു. ഇതില് ഷാൻ പറഞ്ഞല്ലോ, അതായത് ഈ പവർ സ്ട്രക്ചറിൽ ടോപ്പ് എൻഡിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും ആവാം. അതുകൊണ്ട് തന്നെ അതിനൊരു പാട്രിയാർക്കി എന്ന് പറയാൻ പറ്റത്തില്ല എന്നുള്ളത്. ഈ പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് തന്നെ പാട്രിയാർക്കിയിലാണ്. ഈ മനുഷ്യൻ സിവിലൈസ്ഡ് ആയി തുടങ്ങിയപ്പോ അതായത് ഗോത്രങ്ങളായി തിരിയുമ്പോ ഒക്കെ ഉണ്ടായ ഒരു സംഭവം, അവിടെ ഡോമിനന്റ് ആയിട്ടുള്ള സൊസൈറ്റി ആണ് യഥാർത്ഥത്തിൽ പവർ സ്ട്രക്ചറിൽ ടോപ്പ് എൻഡിൽ വന്നിരുന്നത്. അപ്പോ അത് ഒബ്വിയസ്ലി അത് പുരുഷന്മാരായിരുന്നു. അങ്ങനെ വരുമ്പോ ഈ പാട്രിയാർക്കി എന്ന് പറയുന്ന എലമെന്റില് വെദർ ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂ ഹോൾഡ്സ് ദ പവർ പൊസിഷൻ, അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, ഇഫ് പവർ കംസ് ദെയർ, അത് പാട്രിയാർക്കൽ എലമെന്റ് ആയിട്ട് തന്നെ കണക്കാക്കേണ്ടതുണ്ട്. ജസ്റ്റ് ഒരു കാര്യം പറയട്ടെ. കുലസ്ത്രീയും ചന്തപ്പെണ്ണും എന്ന് പറഞ്ഞിട്ട് CDSന്റെ വെബ്സൈറ്റിൽ പോയ ഒരു പുസ്തകം കിട്ടും. അത് കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന നായർ തറവാടുകളുടെ കഥയൊക്കെ പറയുന്ന ഒരു പുസ്തകമാണ്. അവിടെ സ്ത്രീകൾക്കായിരുന്നു പവർ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഫാമിലിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫാമിലീസ് ഉണ്ട്. അതിനകത്ത് മാട്രിലീനിയാലിറ്റി, മാട്രി ലൊക്കാലിറ്റി, ഇങ്ങനെ കുറച്ച് വേർഡ്സ് ഒന്ന് ജസ്റ്റ് മാട്രിയാർക്കി, ഈ 3 വേർഡ്സ് ഒന്ന് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ ആർഗ്യുമെന്റ് എത്രത്തോളം ശരിയാണെന്ന് താങ്കൾക്ക് തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു. താങ്ക് യു ഷാൻ. നമുക്ക് അടുത്ത സംസാരിക്കാനുള്ളതിലേക്ക് പോകാം. I'd like to add to what Shan said right now. ഈ നായർ കമ്മ്യൂണിറ്റിയിലുള്ള മാട്രിലീനിയൽ സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞല്ലേ? ഹലോ, I guess somebody needs to put themselves on mute because I can hear. Abin, hello. Yeah, can you put yourself on mute? I just need to finish my point. Yeah, so what I'd like to say is
ഈ മാട്രിലീനിയൻ ഇതിനെ പറ്റി ഒരു പുള്ളിക്കാരത്തി യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇങ്ങനെ നടന്ന ഒരു നായർ സിസ്റ്റം, ഇങ്ങനെ പെണ്ണുങ്ങൾ റൂൾ ചെയ്തൊരു സിസ്റ്റം കേരളത്തിൽ നിന്ന് പുറമേക്ക് ഈ ആണുങ്ങൾ പഠിക്കാൻ പോകാൻ തുടങ്ങിയ സമയത്ത് അവിടെ കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങളും അവിടുത്തെ ഒരു എന്ന് പറഞ്ഞാൽ പുറമെ തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടകയിലൊക്കെ ഇവിടുത്തെ ആണുങ്ങൾ പുറമെ പോയി പഠിക്കാനും പുറമേക്ക് ട്രാവൽ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അവർ അവിടുത്തെ സൊസൈറ്റി കണ്ടിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ടാണ് ഈ മാട്രിലീനിയൻ സൊസൈറ്റീനെ നശിപ്പിച്ചതെന്ന് പറഞ്ഞത്. ലൈക്ക് ദാറ്റ് ഇസ് വൺ ഓഫ് ദ റീസൺസ് വൈ ദിസ് മാട്രിലീനിയൻ സൊസൈറ്റീസ് ജസ്റ്റ് സ്റ്റോപ്ഡ്. ദ വിമന് കൊടുത്ത പവർ തിരിച്ച് ഈ ആണുങ്ങൾ എടുക്കാൻ തുടങ്ങി. ഇത് ഞാൻ വേറെ ഒരു ഇതിലും കൂടി ഞാൻ കണ്ടിട്ടുണ്ട്. So just to introduce myself, I am a brand consultant for content and design. ഫെമിനിസം എന്ന് പറയുന്നതും പേട്രിയാർക്കി സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പം വളരെ ഈസിലി നമ്മൾക്ക് ത്രോ അറൗണ്ട് ചെയ്തിട്ടൊരു ഡിബേറ്റോ അങ്ങനെ പറയാനുള്ളൊരു സംഭവമുണ്ട്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ എംപത്തി ഇല്ല. ഇപ്പോൾ ഒരു ആണൊരുത്തൻ ഒരു ഹീ ഈസ് നോട്ട് ഇൻ ടച്ച് വിത്ത് ഹിസ് ഫീലിങ്സ്, ഈവൻ ഐ ഹാവ് ടു സഫർ. If I'm dating a guy and if he's not able to cry or express his emotion, it's a problem for me because I am not able to be happy there, right? Because the person is feeling suffocated or whatever. So നമ്മളെ ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയിൽ, കേരളത്തിൽ സ്പെഷ്യലി ആണുങ്ങൾക്ക് അവരുടേതായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഇല്ല. വളരെ ടോക്സിക് ആയിട്ട് നിൽക്കുന്ന ഒരു സ്പേസിലാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത്. എന്താ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമല്ലോ, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമല്ലോ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. കുറച്ചും കൂടി ഡേറ്റാ ബാക്ക് ആയിട്ട് പേട്രിയാർക്കിനെ കുറിച്ച് ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞപ്പോൾ, പേട്രിയാർക്കി എന്താണെന്ന് പറഞ്ഞപ്പോൾ, പേട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാൻസ് വേൾഡ്. ഇവൻച്വലി അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഇറ്റ്സ് എ മാൻസ് വേൾഡ്. എവറിത്തിങ് ഇൻ ദിസ് വേൾഡ് ഇസ് ഡിസൈൻഡ് ഫോർ എ മാൻ. നമ്മൾ ഇപ്പോൾ ഒരു ഐ വുഡ് റെക്കമെൻഡ് പീപ്പിൾ ഹു ആർ ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ്, പ്ലീസ് ഗോ ആൻഡ് റീഡ് ദിസ് ബുക്ക് ഇൻവിസിബിൾ വുമൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുക്കുണ്ട്. അതിൽ അവർ എഴുതിയിട്ടുണ്ട് ഈ മാക്സിമം ഇപ്പം നമ്മൾക്കൊരു തലവേദന വന്നാൽ നമ്മൾ കഴിക്കുന്ന ഒരു മരുന്ന്, ഈ മരുന്ന് വെറും ആണുങ്ങൾക്ക് മാത്രമേ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ, പെണ്ണുങ്ങൾക്ക് അവർ ടെസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ മെഡിക്കൽ ഫീൽഡാണ് ഏറ്റവും ഈക്വൽ ആയിക്കൊണ്ടുള്ളൊരു ഫീൽഡാണെന്ന് കരുതിയിട്ട് നമ്മൾ പോവുകയാണെങ്കിലും കൂടി മെഡിക്കൽ ഫീൽഡിലടക്കം ഒരു മരുന്നും പെണ്ണുങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യുന്നില്ല. ആകെ ചെറിയൊരു, ബിക്കോസ് ഇറ്റ്സ് എ കോസ്റ്റ്, ബിക്കോസ് വിമൻ ഹാവ് ഹോർമോണൽ ആൻഡ് ദേ ആർ വെരി കോംപ്ലിക്കേറ്റഡ് ഫിസിയോളജി കൊണ്ട് വിമനിൽ ടെസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട് എടുക്കുക, കാർ സീറ്റ്, ഒരു കാർ സീറ്റ് ഒരു പെണ്ണിൻ്റെ ശരീരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തല്ല, അതൊരു 6 അടി മനുഷ്യന് വേണ്ടി ഡിസൈൻ ചെയ്തതാണ്. പോട്ടെ ബിൽഡിങ്ങുകളുടെ സ്ട്രക്ചേഴ്സും അതിൻ്റെ സ്റ്റെപ്പിൻ്റെ സയൻസുകളും എല്ലാം ഒരു 6 അടി മനുഷ്യന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തതാണ്. ഇഫ് യു ലുക്ക് അറ്റ് ഹാർട്ട് അറ്റാക്ക് സിംറ്റംസ്, ദ ഹാർട്ട് അറ്റാക്ക് സിംറ്റംസ് മെൻ ആൻഡ് വിമൻ ആർ ടോട്ടലി ഡിഫറെൻറ്റ്. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ലെഫ്റ്റ് കൈ വേദനയാവുന്നു, എനിക്ക് എൻ്റെ കഴുത്ത് വേദനയാവുന്നു പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് ആയിരിക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് ദ സിംറ്റം ഫോർ വിമൻ. These symptoms that have been designed universally are designed only from case studies of taking men, understanding, putting them through clinical trials. But for women, heart attack symptoms are nausea, their stomach ache, stomach upset. ഇതൊക്കെ ആവുന്നതാണ് പെണ്ണുങ്ങളിൽ. സോ ഇത് പേട്രിയാർക്കിക്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടി ഒരു സൊല്യൂഷൻ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡിഫെൻസീവായിട്ട് മാൻസ്പ്ലെയിൻ ചെയ്യാതെ ഒരു ആണൊരുത്തനും ഒരു പെണ്ണിനും രണ്ടാൾക്കും കൂടി ഒരു ഹാപ്പി ആയിട്ട്, ഇതിപ്പോൾ ഏത് റിലേഷൻഷിപ്പല്ല, ഒരു അമ്മയും മകനാണോ എങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലും ഇഫ് മെൻ ആർ മോർ ഇൻ ടച്ച് വിത്ത് ദിയർ ഇമോഷൻ ആൻഡ് മെൻ ആർ മോർ ഡിറക്റ്റ് എംപത്തറ്റിക്, സെയിം വേ ഇഫ് വിമൻ ഓൾസോ ഗെറ്റ് എ ചാൻസ് ടു സ്പീക്ക് ആൻഡ് talk about what's happening and we go for a more solution oriented സ്പേസിലേക്ക്, ഇത് ഇങ്ങനെ മാത്രം പറഞ്ഞ് നിങ്ങൾ ശരിയല്ല, ഞങ്ങൾ ശരിയാണ്, നിങ്ങൾ തെറ്റാണ്, അങ്ങനെയാണ്. ഇവിടെ ഇപ്പം ഞാൻ ഇത്രയും ക്ലബ് ഹൗസിൽ കണ്ട ഫെമിനിസമോ പാട്രിയാർക്കിയെ കുറിച്ച് എല്ലാം മാൻസ്പ്ലെയിനിങ് മാത്രം, ആണുങ്ങൾ മാത്രം അവരെങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് അങ്ങനെയാണ്, ഇങ്ങനെയാണ്. ഓക്കെ, then come down and understand the problem, right? You just go by the data and then you see. മീഡിയയിൽ കണ്ടാൽ ഒരു പെണ്ണിന് 40-60 വയസ്സായ ഹീറോകൾക്ക് 20 വയസ്സായ പെണ്ണ് 30 വയസ്സായത് അവൾക്കൊരു ഷെൽഫ് ലൈഫ്. വിമൻ ആക്ടേഴ്സ് ഹാവ് എ ഷെൽഫ് ലൈഫ്. യു ക്യാൻ നോ ലോങ്ങർ ആക്ട്, you can no longer, but a guy who's 60 years he's still romancing 23-year-old. എന്തിന്? Women are forced to go through surgeries because they have to not have wrinkles. പക്ഷേ ഒരു wrinkle ഉള്ളൊരു man ആണെങ്കിൽ ഭയങ്കര അവൻ ഇപ്പോഴും ഹാൻസം ആണ്. Why all of this? This is completely, so you have to understand what every stage. ഇപ്പോൾ ഒന്നും പോട്ടെ, വളരെ സിമ്പിൾ ആയിക്കൊണ്ടുള്ളൊരു കാര്യം പറയുകയാണെങ്കിൽ ഒരു ഇമോഷണൽ മേക്കപ്പ് ഇടുക എന്ന് പറയില്ലേ നമ്മൾ. അപ്പം ഞാനിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വീടിൻ്റെ പുറമേക്ക് ഒരു ചെക്കനാണെങ്കിലോ ഷർട്ട് ഇട്ട് പാൻറ് ഇട്ട് പോവാം, ലെറ്റ്സ് ഗോ. അല്ലാതെ ഇപ്പോൾ ഒരു പെണ്ണാണെങ്കിൽ ഇതിപ്പോൾ ഇട്ടാൽ ഞാൻ എന്താണ് ഇപ്പോൾ പുറമെ ആളെന്തെങ്കിലും കാണുന്നുണ്ടോ, ഇത്ര ഇതിൻ്റെ ഹൈറ്റ് കുറവാണോ, ഇതിൻ്റെ നെക്ക് ഡീപ്പാണോ, ഇതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഒരു പെണ്ണ് പുറമേക്ക് ഇറങ്ങുന്നത്. സോ ഡു യു ഗൈസ്, സോ യു അണ്ടർസ്റ്റാൻഡ് വേ യുവർ പ്രിവിലേജ് കംസ് ഫ്രം.
സോ അണ്ടർസ്റ്റാൻഡ് വാട്ട് പേട്രിയാർക്കി ആക്ച്വലി ഈസ്. പേട്രിയാർക്കി ഈസ് നോട്ട് ദാറ്റ് നിങ്ങൾ തെറ്റാണ്. ആൻഡ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണുങ്ങൾക്ക് കംഫർട്ടബിൾ ആക്കാനോ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് അല്ല. പക്ഷേ നിങ്ങൾ ഒന്നും കൂടി ഇറങ്ങി അതിനെ മനസ്സിലാക്കുകയാണ് എവിടെയൊക്കെയാണ് ഇത് ആക്ച്വലി എവിടുന്നാണ് ഇത് വരുന്നത്, വേർ ഇറ്റ് ഹാസ് കം ഫ്രം, വാട്ട് ഈസ് ദ സയൻറ്റിഫിക് റീസൺ, വാട്ട് ആർ ദ ഡേറ്റ ബാക്ക് ടൈം കൊണ്ടുള്ള എവിടെയാണ് ഈ ഇനീക്വാളിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ഇൻസ്പെക്ട് ചെയ്താൽ ഇത് കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാക്കാൻ പറ്റും. എസ്പെഷ്യലി വെൻ യു ആർ ടോക്കിംഗ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ ഇല്ല തന്നെ. ബിക്കോസ് ഐ എം ജസ്റ്റ് വർക്കിംഗ് വെരി ക്ലോസ്ലി വിത്ത് എ ക്ലയൻറ്റ് ഹിയർ. പുള്ളിക്കാരത്തി ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ സ്പേസ് സെറ്റപ്പ് ചെയ്യും. ഞങ്ങളൊരു 100 പീപ്പിളിൻ്റെ യൂസർ റിസർച്ച് നടത്തിയപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നു, ഓ സോബിൻ താഹിർ കൊംളങ്ങി നൈറ്റ്സിൽ പോയി കരഞ്ഞു, ഓ വാവ്, ദാറ്റ്സ് ഓൾ. അല്ലാതെ ഇപ്പോൾ ശരിക്കുള്ള ഒരു മനുഷ്യന് പോയിട്ട് ഒരു മെൻ്റൽ ഹെൽത്ത് എന്തിനാണ് അതിനൊക്കെ പോകുന്നത്, എന്തിനാണ് ഇങ്ങനെ മൂടിയായി കുറച്ച് പുറമേയൊക്കെ പോയി ട്രിപ്പ് അടിച്ചാലൊക്കെ ശരിയാവും. ഇതാണ് ആൾക്കാരുടെ മെൻറ്റാലിറ്റി. I may have talked about a lot of things, but this is just my 2 bit, I guess. Thank you. ഓക്കെ ബദ്മാഷ്, നമുക്ക് അടുത്ത ആളിലേക്ക് പോയാലോ? ഹലോ ബബി, ഇതിന് കാറിൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാനുണ്ട് ഗണേഷ്. എനിക്ക് ഒരു മിനിറ്റ് തരണം. ഐ ജസ്റ്റ് കം ബാക്ക്. എന്റെ പേര് വിളിച്ചോളാം. ജസ്റ്റ് ഗിവ് മി എ സെക്കൻഡ്. ഐ ജസ്റ്റ് കം ബാക്ക്. ഐ എം ഹാവിംഗ് മൈ ഡിന്നർ. സോറി. ഓക്കെ ഞാൻ പറഞ്ഞോട്ടോ? ഓക്കെ പറഞ്ഞോളൂ. ഓക്കെ, സോ എനിക്ക് പറയാനുള്ളത്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റേറ്റ്മെന്റ് ഫ്രം ശീതൽ. സോ ഐ ടോട്ടലി അഗ്രി വിത്ത് ശീതൽ. സോ നമ്മുടെ സൊസൈറ്റിയിൽ മെയിലിന് ഒരു പ്രിവിലേജ് ഉണ്ട്, അതെല്ലാ കാര്യത്തിലും ഒരു പ്രിവിലേജ് ഉണ്ട്. പക്ഷേ ഈ മെയിൽ അനുഭവിക്കുന്ന പീഡനങ്ങൾ അത് മാറ്റാൻ മെയിലിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്മോൾ എക്സാമ്പിൾ പറയാം. നമ്മളൊരു സർക്കാർ ഓഫീസിൽ പോകുന്നു. സർക്കാർ ഓഫീസിൽ അവിടെ ഇരിക്കുന്നത് ഒരു മെയിലാണ്, ആ ഓഫീസർ മെയിലാണ്. അപ്പോൾ അവിടെ ക്യൂവിൽ വീണ്ടും ഒരു മെയിൽ നിൽക്കുകയാണ്. ഹീ ഈസ് ഫ്രം എ ലോ കാസ്റ്റ് ഓർ ഇസ് നോട്ട് ഫൈനാൻഷ്യലി ഗുഡ്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ആ മെയിൽ തന്നെ അവനെ ഹറാസ് ചെയ്യുന്നു അവിടെ. സോ ഈസ് മെൻ്റലി ഡിപ്രസ്ഡ്. അവൻ ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും, ഓക്കെ, എന്തുകൊണ്ട് എനിക്ക് ഇവൻ ഇത് ചെയ്തു തരുന്നില്ല. അങ്ങനെ അതുപോലെ ഒരുപാട് സന്ദർഭങ്ങളിൽ മെയിൽ ഇതുപോലെ പീഡനങ്ങൾ സൊസൈറ്റിയിൽ അനുഭവിക്കുന്നുണ്ട്. ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനും എൻ്റെ അമ്മയും കൂടെ ഒരു സർക്കാർ ഓഫീസിൽ പോയി. അവിടെ ഒരു ക്യൂ ഉണ്ട്. ഷീ ഹാസ് സീൻ an officer has harassed a male. She interfered. ഓക്കെ, എൻ്റെ അമ്മ ഇൻ്റർഫെയർ. ഞാനന്ന് 10ലോ 11ലോ പഠിക്കുന്ന ആ സമയത്ത് എൻ്റെ അമ്മ നല്ല ഒച്ചത്തിൽ ശബ്ദം ഉണ്ടാക്കിയിട്ട് ഓഫീസറെ അടുത്ത് ചൂടായി. ഓക്കെ, അപ്പോൾ അവിടെ ഒരു റെസ്പോൺസ് അയാൾക്ക് കിട്ടുന്നെന്ന്, എതിരഭിപ്രായം കിട്ടുന്നെന്ന് കണ്ടപ്പോൾ അയാൾ ആ കാര്യം അയാൾക്ക് ചെയ്തു കൊടുത്തു. അപ്പം അതുപോലെ മേലനുഭവിക്കുന്ന പീഡനങ്ങൾ അത് തെറ്റാന്ന് തോന്നുകയാണെങ്കിൽ അത് ഫസ്റ്റ് പറയേണ്ടത് ഫീമെയിൽ അല്ല, മെയിൽ തന്നെ പറയണം. എങ്കിലേ സൊസൈറ്റിയിൽ അതിന് വാല്യൂ വരത്തുള്ളൂ. എനിക്ക് സിമ്പിളായിട്ടൊരു അഭിപ്രായമുണ്ട്, മെയിൽ പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആദ്യം എടുക്കേണ്ടത് മെയിലാണ്. അതുപോലെ ഫീമെയിലിൻ്റെ സൈഡിൽ ഫീമെയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് ഈ മെയിൽ പ്രിവിലേജ്ഡ് സൊസൈറ്റിക്കകത്ത്. അപ്പോൾ അതിനെ തിരുത്തണമെങ്കിലും മെയിലിനെ തിരുത്തണമെങ്കിലും അത് മെയിലിനെ കൊണ്ടേ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ചിന്താഗതികൾ മാറണം. അതുപോലെ ഫെമിനിസത്തിൻ്റെ കോൺസെപ്റ്റ് വരുമ്പം ഫെമിനിസം എന്ന് പറഞ്ഞ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് മെയിലും ഫീമെയിലും ഈക്വൽ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. സോ എവിടെയൊക്കെ ഏതൊക്കെ ഏരിയയിൽ ഫീമെയിൽ ഒപ്രസ്ഡ് ആവുന്നു അല്ലെങ്കിൽ ഫീമെയിലിന് റൈറ്റ്സ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല, അവിടെ നമുക്ക് ഫെമിനിസം കാണിക്കാം. അല്ലാണ്ട് ഒരു റാഡിക്കൽ ചിന്താഗതിയിലോട്ട് പോകുമ്പോഴാണ് എല്ലാം പ്രശ്നത്തിലോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇത്രമാത്രം തന്നെ മെയിൽ അനുഭവിക്കുന്നത് ഫസ്റ്റ് മെയിൽ തന്നെ അത് കറക്റ്റ് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ഫീമെയിൽ അത് കറക്റ്റ് ചെയ്ത് തരാം എന്ന് പറയുന്നതും തെറ്റാണ്. അല്ലാതെ ഫീമെയിലിൻ്റെ പ്രശ്നത്തിന് മെയിലിനും പ്രശ്നമുണ്ട് എന്ന് കമ്പയർ ചെയ്ത് ഞങ്ങൾക്കും പ്രശ്നമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ പ്രശ്നം അനുഭവിച്ചോ എന്ന് പറയുന്നതും തെറ്റാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഫീമെയിലിൻ്റെ പ്രശ്നമായാലും ഫസ്റ്റ് ഫീമെയിൽ ഷുഡ് ഇൻ്റർഫിയർ. ഫീമെയിൽ തന്നെ എണീറ്റ് എന്ന് പറയുക, വാട്ട് യു ആർ ഡൂയിങ് ഈസ് റോങ്, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. എങ്കിലേ സൊസൈറ്റി ഒരു ഈക്വൽ സൊസൈറ്റി ആകത്തുള്ളൂ. So that's why I put my statement as a Marxist feminist. So I always feel like ഇപ്പോൾ ഒരു ഫീമെയിലിന് അതിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റോ അല്ലെങ്കിൽ ഒരു ഇത് സൊസൈറ്റിയിൽ കിട്ടണമെങ്കിൽ അത് കിട്ടി തന്നെ ആകണം. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ.
Can I come in? I am back. പറഞ്ഞോളൂ. Okay. Wafa and Badmash, I think you are becoming, growing into being a intelligent feminist than an emotional feminist. Intelligent feminist ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വെരി ഗുഡ്, യു ഓൺ ദ റൈറ്റ് ട്രാക്ക്. മുമ്പോട്ട് പോവുക. പിന്നെ പുരുഷ പീഡനം പുരുഷന്മാർക്ക് പറയാനുള്ളത് ഓക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല, പക്ഷെ ഇത് റൈറ്റ് ട്രാക്കാണ്. ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോവുക. എനിക്ക് എന്റെ ടോട്ടൽ കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എന്റെ ഐഡിയ ബിഹൈൻഡ് ഇറ്റ് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഗോ ഹെഡ്. കേൾക്കുന്നുണ്ടോ വഫ, ബദ്മാഷ് കേൾക്കുന്നുണ്ടോ? Can you hear me? I think they are not there. ബദ്മാഷ് എന്തോ പ്രശ്നം ഇല്ലെന്ന് വഫയും ബദ്മാഷും ഇല്ലെന്ന്. Okay. So just go ahead, it's a right track. അപ്പം അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇത് പുരുഷ പീഡനം ഫെമിനിസ്റ്റുകൾ സംസാരിക്കുന്ന നല്ല കാര്യമാണ്, സംസാരിക്കട്ടെ. അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഫെമിനിസ്റ്റുകളുടെ പീഡനം സോൾവ് ചെയ്യാൻ പറ്റാത്ത സമയത്ത് പുരുഷ പീഡനത്തിനെ കുറിച്ച് സംസാരിക്കുന്ന ഈ കൺസേൺ നല്ലതാണ്, ഇറ്റ്സ് വെരി ഗുഡ്. അപ്പം എല്ലാം നടക്കട്ടെ, അങ്ങനെ തന്നെ മുമ്പോട്ട് പോട്ടെ. ഇന്റലിജന്റ് ആയി തിങ്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഇമ്പോർട്ടൻസ്, അല്ലാതെ ഇതിന്റെ ടോപ്പിക് ഒന്നുമല്ല. ഇന്റലിജന്റ് ആയിട്ട് തിങ്ക് ചെയ്യാൻ ഫെമിനിസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ്. അതാണ് ഇത് കാണിക്കുന്നത്. ആക്ച്വലി ഇമോഷണൽ ഒരു ഇതിൽ നിന്ന് ഇന്റലിജൻസിലേക്ക് മാറി, അത് തന്നെ വലിയൊരു കാര്യമാണ്. അത് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. താങ്ക് യു ബാബി. ബദ്മാഷ് കേൾക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, നമുക്ക് അടുത്ത ആളിലേക്ക് പോവാം അല്ലെ? നജാസ്. കാര്യം പറഞ്ഞോട്ടെ. വൺ സെക്കൻഡ്, വഫക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? വഫ എന്തെങ്കിലും പറയുന്നുണ്ടോ? അതാ ഞാൻ ഇവിടെ ഉണ്ട്. വഫ, ഞാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? ബബിത്താണ് വഫ. ഇല്ല, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു, എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞേ? ഞാൻ പറഞ്ഞത് വഫ, നിങ്ങൾ ഫ്രം യു ആർ ബിക്കമിങ് യു ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ഇന്റലിജന്റ് ഫെമിനിസ്റ്റ് ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇമോഷണൽ ഫെമിനിസത്തിൽ നിന്ന്. അപ്പം ഈ ടോപ്പിക്ക് എനിക്കത് മനസ്സിലായി, വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ബിഹൈൻഡ് ഇറ്റ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഐ എം നോട്ട് ടോക്കിംഗ് എനിത്തിങ് മോർ അബൌട്ട് ഇറ്റ്. ഞാൻ മെയിൻ ആയിട്ട് പറയാനുള്ള, ഐ ഹവ് ജസ്റ്റ് സെൻഡ് എ മെസ്സേജ്, ഇൻസ്റ്റാഗ്രാം മെസ്സേജ് ടു ഷഹീബ. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. Okay, thank you, Babit. Okay, go ahead, keep it up, good work, thanks, bye bye. Thank you so much. താങ്ക് യു ബാബി. വഫക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അതോ ഞങ്ങൾക്കിപ്പം ഒരുപാട് മെസ്സേജസ് വരുന്നത്, ഇപ്പം എനിക്കായാലും മെഫോനായാലും എല്ലാവർക്കും ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ വിമണിന് വേണ്ടി നിൽക്കുന്നുണ്ട്, പുരുഷന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു കൂടുതൽ ഫ്രജൈൽ ആയിട്ടുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മൾ മെജോറിറ്റി നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓഫ് കോഴ്സ് മെൻ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്, നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള ആണുങ്ങളുടെ പ്രശ്നങ്ങൾ എടുത്തു നോക്കിയാൽ തന്നെ മതി. പക്ഷേ അത് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരുന്നത് വിമണ് തന്നെയാണ്, ബിക്കോസ് കുറച്ചും കൂടി ഒപ്രസ്ഡ് ആയിട്ടുള്ളത് ആ ഒരു ജെൻഡറാണ്. പക്ഷേ നമ്മുടെ ഈ ഒരു തോട്ട് പ്രോസസ്സ്, അതായത് പുരുഷന്മാർക്ക് പറയാനുള്ളതും കൂടി നമ്മൾ കേൾക്കേണ്ട ആവശ്യമുണ്ട്. അത് സൊസൈറ്റിയിൽ നിർബന്ധമാണ്. ഇവരുടെ സെയിം രണ്ട് ജെൻഡർ ഉള്ളത്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ പുരുഷന്മാരെ കാര്യങ്ങൾ മാത്രം നമ്മൾ അവഗണിക്കപ്പെടില്ല. ഈ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ, ഉള്ളിലൂടെ ആരും അറിയാതെ അതങ്ങ് കടന്നു പോവാണ് ചെയ്തിട്ടുള്ളത്. അപ്പം മഫു അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ടൈറ്റിൽ വെച്ചിട്ട് തുടങ്ങിയത്. അവരും പറയട്ടെ, അവരും സംസാരിക്കട്ടെ. അപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും പറയുകയാണെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ് എന്നൊക്കെ നമ്മൾ പറയുന്നത്, ഒരു ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്താ ഈ എഡ്യൂക്കേഷനൊക്കെ അവിടെ ആദ്യം ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ജോലിക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പം ഈ പുരുഷന്മാർക്ക് എപ്പോഴും ഫാമിലിക്ക് വേണ്ടിയിട്ട് പണിയെടുക്കാനുള്ള ആളുകളായിട്ട് ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആളുകളാണ് അതാരായാലും. അപ്പം നമ്മളുടെ വീട്ടിൽ ഒരാണുണ്ടല്ലോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം എന്താ, പണിയെടുത്തിട്ട് പൈസ കൊണ്ടുവരും. ആണുങ്ങൾ ശരിക്കും പണിയെടുത്ത് പൈസ കൊണ്ടുവരാനുള്ള ആളുകളാണ് എന്നുള്ള ഒരു മുദ്ര കുത്തി വെച്ചതാണ്. പെൺകുട്ടികളും അതേ ലെവലിൽ അല്ലെങ്കിൽ അതേ വേവ് ലെങ്തിലുള്ള ആളുകളാണ്, അവർക്കും കൂടി ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ച് വെച്ചിട്ടില്ല. ഓൾറെഡി ജനിച്ച് വീഴുമ്പോൾ തന്നെ ഒരു ആൺകുട്ടിയാണെങ്കിലോ സമാധാനമായി, ഉപ്പക്കും ഉമ്മക്കും ഭയങ്കര സമാധാനം. വലുതായി കഴിഞ്ഞാൽ ഇവൻ നമ്മളെ നോക്കും, ബാക്കി ഇവന് കുറച്ച് പഠിച്ച് കഴിഞ്ഞിട്ട് ഇവൻ ജോലിക്ക് പോയിക്കോളും, അല്ലെങ്കിൽ പാർട്ട് ടൈമിനെങ്കിലും ജോലിക്ക് പോയിക്കോളും എന്ന് വിചാരിച്ചു. ഐ സ്റ്റിൽ റിമെമ്പർ എൻ്റെ ഹസ്ബൻഡ് അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യണം, പഠിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് ഉപ്പാൻ്റെ ഒരു ചെറിയ ബിസിനസ്സൊക്കെ കുറേ ഇങ്ങനെ പൊട്ടിയ സമയത്ത് ഞാൻ ഒരു മിഠായി കമ്പനിയിൽ ജോലിക്ക് പോയി. എന്നോട് പറഞ്ഞ കഥകളാട്ടോ. മിഠായി കമ്പനിയിൽ ജോലിക്ക് പോയി.
അവിടെ ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് നേരിട്ട് ഭയങ്കര ജോലി എനിക്ക് 16 വയസ്സൊക്കെ അന്ന് ആയിട്ടുള്ളൂ. അപ്പം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഉപ്പാനോട് പറയാനിരിക്കായിരുന്നു, എനിക്ക് മതി, ഞാൻ അവിടെ നിൽക്കുന്നില്ല, ഞാൻ പഠിക്കാൻ പോവാ അല്ലെങ്കിൽ വേറെ ജോലി എടുക്കാമെന്ന് പറയാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഉപ്പ അന്ന് ആ ഷോപ്പിലേക്ക് വന്നു. ഉപ്പ ഷോപ്പിലേക്ക് വന്നിട്ട് ഉപ്പ എന്തിനാ വന്നതെന്ന് വെച്ചാൽ ഉപ്പാൻ്റെ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെരുപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ അഡ്വാൻസ് എന്തെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി വന്നതാണ്, നമുക്ക് ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടി വന്നപ്പോൾ ഉപ്പാനോട് പിന്നെ പറയാൻ പറ്റിയില്ല, എനിക്ക് ജോലി വേണ്ടാന്നുള്ളത്, ഞാൻ ഇവിടുന്ന് ഇറങ്ങാന്നുള്ളത് ഉപ്പനോട് പറഞ്ഞില്ല. അവിടെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്നു. പിന്നെ അതിന് ശേഷം 2 വർഷം കഴിഞ്ഞു പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. വേറൊരു ഷോപ്പിൽ കയറി, കുറച്ച് പാർട്ട്ണർഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ഒരു 10-12 വർഷം സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇന്നിപ്പം ഒരു ബ്രാൻഡ്, 2-3 ബ്രാൻഡ് ഉണ്ട്. ഒരു അത്യാവശ്യമുള്ളൊരു ഓൺടർപ്രണർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം അത്രയും പ്രാപ്തനായത്. അപ്പം ഈ ആണുങ്ങളെ എനിക്ക് എപ്പോഴും പാവം തോന്നുന്ന കാര്യമാണ്. കാരണം നമ്മളെ കുടുംബത്തിൽ ഒരാണാണെങ്കിൽ, ഇപ്പം ലൈക്ക് 2-3 പെങ്ങന്മാരുണ്ട്, ഒരാണാണെങ്കിൽ അവർ സത്യം പറഞ്ഞാൽ നേർച്ചക്കോഴികളെ പോലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 16-17 വയസ്സാകുമ്പോൾ ഗൾഫിലേക്ക് വിടും. ഏതെങ്കിലും മൂത്താപ്പന്മാരോ എളാപ്പന്മാരോ അല്ലെങ്കിൽ വാപ്പന്മാരോ എന്താക്കും, വിസ ശരിയാക്കും. എന്നിട്ട് ഇവർ ഗൾഫിലേക്ക് വിടും. പിന്നെ ലൈഫ് ലോങ് അവരുടെ മുടി നരക്കുന്നവരെ അല്ലെങ്കിൽ മുടി കൊയ്യുന്നവരെ എന്തായിരിക്കും, ഗൾഫിൽ പണിയെടുത്തുകൊണ്ടിരിക്കും. അതിനിടയ്ക്ക് കല്യാണം കഴിക്കുമ്പോൾ പിന്നെയും ഭാര്യനെ നോക്കണം, പിന്നെ ഈ കുട്ടികളെ നോക്കണം. അതിനിടയ്ക്ക് ഭാര്യൻ്റെ വീട്ടുകാർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, ഇവരുടെ വീട്ടുകാർക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ആൾക്കും പൈസ അയച്ചു കൊടുക്കണം. ഒരേമാതിരി പാരലലാക്കി എല്ലാ സൈഡും കൊണ്ടുപോകാനുള്ള കഷ്ടപ്പാടിലാണ് ശരിക്കും ആണുങ്ങൾ. എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പമാർ മരിച്ചിട്ട് ഗൾഫിൽ പോയിട്ട് അവിടെ കിടന്നിട്ട് ഇപ്പോഴും അവർ നാട്ടിൽ വന്നിട്ടില്ല. ഓരോ വർഷത്തിൽ 2 മാസം 1 മാസമൊക്കെ വന്നിട്ട് മക്കളെ കാണും. ഈ പ്രായത്തിലൊക്കെ മക്കളുടെ കൂടെ താമസിക്കേണ്ട ആളുകളാണ്. അവരുടെ കളികളും അവരുടെ ചിരികളും ഒക്കെ നേരിട്ട് കണ്ടറിയേണ്ട ആൾക്കാർ ഗൾഫിലിരുന്ന് വീഡിയോ കോളിങ്ങിലൂടെ മാത്രം ഫാമിലിനായിട്ട് സംസാരിക്കുകയും, അപ്പം അങ്ങനത്തെ ഒരുപാട് ആണുങ്ങളുണ്ട് നമ്മളുടെ ഇടയിൽ. അവരുടെ പ്രശ്നങ്ങളെല്ലാം എനിക്കറിയാം ഉള്ളിൽ ഒതുക്കുന്ന ആളുകളാണ്. കാരണം കുടുംബത്തിന് വേണ്ടി നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നയിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്, വിയർപ്പൊഴുക്കി നയിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. അപ്പോൾ ആണുങ്ങളുടെ ഒരു സ്ട്രഗിൾ എന്ന് പറയുന്നത് പെൺകുട്ടികളുടെ വേറെ രീതിയിലാണെങ്കിൽ ആൺകുട്ടികളുടെ സ്ട്രഗിൾ ശരിക്കും അവരുടെ ചെറുപ്പം മുതലേ തുടങ്ങുന്നുണ്ട്. ചെറുപ്പത്തിൽ ഇവർ എല്ലാത്തിനും പീടികയിലേക്ക് പോവുക, ഷോപ്പിൽ വാങ്ങാൻ പോവുക, റേഷൻ ഷോപ്പിൽ പോവുക, എല്ലാവിധ കാര്യങ്ങളും ചെയ്യുന്നത് ആ വീട്ടിലെ ആൺകുട്ടിയായിരിക്കും. ഒരു പരിപാടിയാണെങ്കിൽ സാധനങ്ങൾ വാങ്ങാനും ഓടാനും പിടിക്കാനും ഒക്കെ ഈ ആൺകുട്ടികളായിരിക്കും. അത് കഴിഞ്ഞ് വലുതാവുമ്പോൾ ഇതേപോലെ ജോലിയെടുത്ത് ഗൾഫിൽ പോകാനും ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്തത് ആൺകുട്ടികളായിരിക്കും. കല്യാണം കഴിഞ്ഞാൽ 2 തട്ടും താവാതെ കൊണ്ടുപോകുന്നതും ആണുങ്ങളായിരിക്കും. ജീവിതകാലം മുഴുവൻ ഈ കുടുംബത്തിനെ ഇങ്ങനെ സ്റ്റേബിളാക്കി കൊണ്ട് നടക്കുന്നത് പുരുഷന്മാരാണ്. അതിനിടയ്ക്ക് ഇവർക്ക് ഉണ്ടാവുന്ന ഡിപ്രഷനും മാനസിക സമ്മർദ്ദങ്ങളും കാണാനോ മനസ്സിലാക്കാനോ ചിലപ്പോൾ ആർക്കും കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ വന്നുകൊണ്ട് ഞാൻ പറയണം, അവർക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം അവരൊന്ന് തുറന്ന് പറയട്ടെ, ലൈക്ക് ഭാര്യനോടായാലും ഉമ്മമാരോടായാലും നല്ല രീതിയിൽ അവർ സംസാരിക്കട്ടെ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ എനിക്ക് ഏറ്റവും വിഷമമുള്ളത് ഗൾഫിലുള്ള ചെറിയ ചെക്കന്മാരെ കാര്യങ്ങളാണ്. 26-27 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഒരുപാട് കാലമായിട്ട് ഗൾഫിൽ മറ്റേ ഗൾഫ് ഗേറ്റ് മുടിയൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് പണിയെടുത്ത് മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അമ്മാതിരി അവസ്ഥയിലുള്ള ആണുങ്ങളാണ്. അപ്പോൾ നമ്മൾ ശരിക്കും അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. താങ്ക് യു. ഹലോ. ആക്ച്വലി ഇപ്പോൾ വഫ പറഞ്ഞ കാര്യം ഞാൻ ആക്ച്വലി ഷെയർ ചെയ്യാൻ നിന്ന സെയിം കാര്യം തന്നെയാണ് വഫ പറഞ്ഞത്. എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോയി ജീവിക്കുന്ന ഒരാളാണ് എൻ്റെ ഹസ്ബൻഡും. അപ്പം ഞങ്ങൾ ആക്ച്വലി ആള് ക്ലബ് ഹൗസിൽ ഒരു മെമ്പറൊന്നും അല്ല, ഇതിൽ ആക്ച്വലി വന്നിട്ടില്ല ഇതുവരെ. പക്ഷെ ഞാൻ പോകുന്ന ഇതേപോലെയുള്ള ചർച്ചകൾ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ എപ്പോഴും ഈ വുമൻ എംപവർമെൻറ്റ് ആ രീതിയിൽ ഞങ്ങളെപ്പോഴും ഓപ്പണായിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ വല്ലാണ്ട് വാദിക്കാറുണ്ട്. പെണ്ണുങ്ങളെ വല്ലാണ്ട് അടിച്ചമർത്തുന്നു നിങ്ങൾ, അങ്ങനെ രീതിയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ആളെന്നോട് ചോദിച്ചിട്ടുള്ള 1-2 ഇൻസ്റ്റൻസ് ആണ്. ഇന്നലെ മഫൂസ എന്നോട് വന്നിട്ട് രാത്രി ഇങ്ങനൊരു ടോപ്പിക് ഇട്ടാലോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മൈൻഡിലേക്ക് വന്നത് അങ്ങനെയുള്ള ചില ആളെന്നോട് ചോദിക്കാറുള്ള ചില ചോദ്യങ്ങൾ ഇവിടെ ചോദിച്ചാൽ ചിലപ്പോൾ അതിനൊരു റിപ്ലൈ കിട്ടുമായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിന് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയത്. എന്നോട് എപ്പോഴും ചോദിക്കുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് അത് ആക്ച്വലി ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ആരോ പറയുന്നത് ഞാൻ കേട്ടു, നിങ്ങൾക്ക് സംഘടനയുണ്ട്, സ്ത്രീ സംഘടന. അപ്പം ഞാൻ ഇന്ന് അതിന് മറുപടി പറഞ്ഞത്, എന്തിനാണ് സംഘടന, കണ്ടിട്ടില്ലേ, ന്യൂസിലെല്ലാം കണ്ടിട്ടില്ലേ,
അതിനെക്കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് പേരിനെങ്കിലും നിങ്ങൾക്കൊരു സംഘടനയുണ്ട്, നമുക്ക് അതുപോലും ഇല്ലല്ലോ, അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സ്ത്രീകൾക്ക് വേണ്ടി ആരും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. പിന്നെ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ ഇക്വാളിറ്റി നിങ്ങൾ പറയുന്നുണ്ടല്ലോ, പക്ഷേ എല്ലായിടത്തും നിങ്ങൾക്ക് സംവരണമുണ്ട്. സ്ത്രീകൾക്ക് ബസ്സിൽ വരെ സ്ത്രീകൾക്ക് സീറ്റ്, സ്ത്രീകൾക്ക് എന്താ പറയുക, എല്ലാം എവിടെ ചെന്നാലും സ്ത്രീകൾക്ക് സെപ്പറേഷൻ കൊടുക്കുന്നുണ്ട്, പരിഗണന കൊടുക്കുന്നുണ്ട്. എവിടെയാണ് പുരുഷന്മാർക്ക് അങ്ങനെ ഒരിത് കൊടുക്കുന്നത് എന്നൊക്കെ എപ്പോഴും എന്നോട് ചോദിക്കും. ഈ പറഞ്ഞ പോലെ വഫ പറഞ്ഞ പോലെ തന്നെ ഫാമിലിക്ക് വേണ്ടിയിട്ട്, ആള് 2 സിസ്റ്റേഴ്സ് ഉള്ള ഒരു മോനാണ്. അപ്പോൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ചെറുപ്പം തൊട്ടേ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങളൊരു 13-14 വയസ്സിൽ തുടങ്ങിയ റിലേഷൻഷിപ്പാണ്. ഒരു 10 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതെന്നുണ്ടെങ്കിലും ചെറുതിലേ തൊട്ട് തുടങ്ങിയ റിലേഷൻ ആയതുകൊണ്ട് ഞാൻ എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി എടുത്ത് തലേ വെച്ചത് കൊണ്ടായിരിക്കണം എല്ലാം വിട്ട്, ട്രാവലിംഗ് ആ ഒരു പാഷൻ വിട്ടു, ഫിലിം ഇഷ്ടമുള്ള ആളായിരുന്നു അതും വിട്ടു, എല്ലാം ഉപേക്ഷിച്ചിട്ട് എന്നെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞ് ഗൾഫിൽ പോയി. എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ വർക്ക് ചെയ്തു. അതിന് ശേഷം നാട്ടിൽ വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ആളുടെ പാഷൻ കംപ്ലീറ്റ്ലി കളഞ്ഞിട്ടാണ് ആളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിന്ന് സമൂഹത്തിലുണ്ട്. ബട്ട് ആണുങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആരും ചെയ്യുന്നില്ല. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ പുരുഷ പീഡനം എന്ന് പറഞ്ഞപ്പോൾ ആളെന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഇന്ന് എന്തായാലും ക്ലബ് ഹൗസിൽ വരും, നീ എന്നെ പീഡിപ്പിക്കുന്ന എനിക്ക് എല്ലാവരോടും പറയണം എന്ന് പറഞ്ഞു. തമാശയായിട്ടാണ് പറഞ്ഞതെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊരു സംഭവം അത് തന്നെ ആയിരിക്കണം. കാരണം ഞാൻ ലൈഫിൽ വന്നത് കൊണ്ടോ അല്ലെങ്കിൽ പല പ്രാരാബ്ദം കൊണ്ടോ ആളുടെ ലൈഫിലെ പല കാര്യങ്ങളും ഉപേക്ഷിക്കേണ്ടി വന്നു എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കിടക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ മെൻഷൻ ചെയ്തത് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതാണ് എനിക്ക് മെയിനായിട്ടും പറയാനുണ്ടായിരുന്നത്. ഞാൻ പറയാൻ വെച്ച പല പോയിന്റും വഫ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ പിന്നെയും ഒരു റെപ്പറ്റീഷൻ ആക്കുന്നില്ല. താങ്ക് യു.